ഹലോ ബഡീസ്, എന്തൊക്കെയുണ്ട്? റോന്ത് എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടു. മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമ നമ്മൾ ആദ്യം ഒരു ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ രണ്ടാമതും റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. എനിവേ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. റോന്ത് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഒരു മോഡസ്റ്റ് എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റായിരുന്നു അതിൻ്റെ, ഒരു 5 കോടിയുടെ അടുത്ത്. അതിനകത്ത് മെയിൻ ലീഡ് ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒന്നും റെന്യൂമറേഷൻസ്, ഐ മീൻ അവരുടെ ശമ്പളം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്കതിൻ്റെ ക്ലൈമാക്സ് വെച്ച് ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പർട്ടിക്കുലർ സംവിധായകൻ്റെ, അതായത് പുള്ളിയുടെ എന്താ പറയുക, മനേഷ് മാധവനും അതേപോലെ ഷാബിർ കബീറിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ എടുക്കുമ്പോൾ അവരുടെ മൂവീസ് എൻഡിങ് ഒരുമാതിരി വല്ലാത്തൊരു എൻഡിങ് ആണ്. റിയലിസ്റ്റിക് എൻഡിങ് ആയിരിക്കാം ചിലപ്പോൾ. പല എന്താ പറയുക, റിയൽ ഇൻസിഡൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനിവേ നമുക്ക് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ പിന്നെ ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിയിലേക്ക് പോകാം. അതായത് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഒരു 5 കോടിയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അത് 6.8 crores കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് ബോക്സ് ഓഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.76 crores കളക്ട് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.05 crores ആണ്. വേൾഡ് വൈഡ് ഗ്രോസ് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.81 crores ആണ് പടം കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.8 crores അടുത്താണ് അവർ പറയപ്പെടുന്നത്. OTT പ്ലാറ്റ്ഫോമിൽ ഇത് 22 ജൂലൈയിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് ദിലീഷ് പോത്തൻ, ദിലീഷ് പോത്തനും റോഷനൊക്കെയാണ്. ഡയറക്ടർ ഷാബി കബീർ, റൈറ്ററും ഷാബി കബീർ തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിനീത് ജെയിൻ, രതീഷ് അമ്പാട്ട്, രഞ്ജിത്ത് EVM, ജോജോ ജോസ് തുടങ്ങിയവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിനിമോട്ടോഗ്രാഫർ മനീഷ് മാധവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല കേട്ടോ. എഡിറ്റർ പ്രവീൺ മംഗാലത്ത്, എഡിറ്റിങ് ഓക്കെ, സംവാട് ഓക്കെയാണ്. മ്യൂസിക് ഡയറക്ടർ അനിൽ ജോൺ. ഓക്കെ, മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡായിട്ട് പോയിട്ടുള്ള സംഭവമാണ്. നമ്മളെ ഒരു ഇമോഷനിലേക്ക്, ഓരോ സിറ്റുവേഷനിലുള്ള ഇമോഷനിലേക്ക് നമ്മളങ്ങനെ പിടിച്ച് വലിക്കുന്ന തരത്തിലുള്ളൊരു മ്യൂസിക്കാണ് അത്. അതിൻ്റെ ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സിനിമയിൽ കണ്ടോ. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജംഗ്ലി പിക്ചേഴ്സാണ്, ഫെസ്റ്റിവൽ സിനിമാസും കൂടിയിട്ട്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞത് 5 കോടിയാണ്. റെന്യൂമറേഷൻ അവർ പബ്ലിക്കലി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ലൊക്കേഷൻസ്, സൈറ്റ് എത്രയാണ് ചിലവായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷനും നോട്ട് പബ്ലിക്കലി ഇതായിട്ടുണ്ട്. മാർക്കറ്റിംഗ് കോസ്റ്റിനെ കുറിച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ തിയേറ്റർ ഈ പടം റിലീസായത് 13 ജൂൺ 2025 നമ്പർ ഓഫ് സ്ക്രീൻസും അതും എക്സാക്ട്ലി പബ്ലിക്കലി അവൈലബിൾ അല്ല. ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ഫെസ്റ്റിവൽ സിനിമാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെറ്റും ഗ്രോസും എല്ലാം കൂടി ചേർത്ത് 9.81 crores ആണ് അവർ കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു OTT പ്ലാറ്റ്ഫോമിൽ എത്രയാണ് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ളതെന്നൊന്നും അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അത് നമ്മളൊരു അസംഷൻസ് വെച്ച് എടുത്ത് നോക്കി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 crores, ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 5 crores ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ടാക്സും ഡിസ്ട്രിബ്യൂഷൻ ഷെയറും ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു 1.58 crores അവർക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആ പടം ലാഭത്തിലാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ പറയുക കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു കമൻറ്റും കാണാതെ പോകുന്നില്ല, എല്ലാ കമൻറ്റുകളും കാണുന്നുണ്ട്. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മൾക്കുള്ളൊരു പ്രചോദനം തന്നെയാണ് വീണ്ടും എന്താണ് നമ്മളുടെ ഈ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെയുള്ള സപ്പോർട്ട് മുന്നോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസർച്ച് മെത്തേഡും അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നമ്മൾ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസ് ഇടും. അപ്പോൾ ഓക്കെ, ബൈ.